ആഴിൻ ആഴങ്ങളിൽ വിശ്വാസികൾ ഉൾപ്പെടുന്ന ശക്തികുളങ്ങര തീരം. നിരവധി ദുരന്തങ്ങൾ പ്രാർത്ഥനയോടെ തരണം ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ. ആഴിൻ ആഴങ്ങളിൽ ഇത് ജോസഫ്. ശക്തികുളങ്ങരയിലെ പാരമ്പര്യ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹം നിരവധി അപകടങ്ങളിൽ നിന്നും ദൈവകൃപ കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. വിശ്വാസം മുറുകെ പിടിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത ജീവിതം പറയുകയാണ് ജോസഫ്. പരിശുദ്ധ പിതാവിൻ്റെ അമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് സുഭാഷൻ. എന്നെ വിളിക്കുന്നത് ബാബു എന്നാണ്. 12 വയസ്സായപ്പം ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങി. പക്ഷേ അന്ന് ഞാൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു പഠിക്കാനേ. എൻ്റെ കുടുംബത്തിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. പള്ളിക്കൂടത്തിൽ നിന്ന് ഒളിച്ചു പോവും. 5ാം ക്ലാസ്സിൽ തോറ്റ് അങ്ങനെ പഠിച്ചു സമയത്ത് എൻ്റെ അപ്പൻ ഞങ്ങൾക്ക് അന്നൊരു കൊച്ചു ബോട്ടുണ്ടായിരുന്നു. എന്നെ അടിച്ചു പിടിച്ച് എന്നെ ബോട്ടിൽ കൊണ്ടുപോയി വെള്ളം കോരാൻ കൊണ്ടുപോകുമായിരുന്നു. സാവെട്ട ഇഞ്ചൻ ഗിൽനെറ്റ് ബോട്ടായിരുന്നു. അതിൽ കൊണ്ടുപോയി അങ്ങനെ പോയി വെള്ളം കോരിയും പിടിച്ചൊക്കെ ഇങ്ങനെ അപ്പൻ്റെ കൂടെയും ചേട്ടൻ്റെ കൂടെയും അളിയൻ്റെ കൂടെ ഇങ്ങനെ ബോട്ടിൽ വെള്ളം കോരാൻ അങ്ങനെ പോയി പറഞ്ഞു വന്ന് 10-15 വയസ്സ് വരെ ഇങ്ങനെയൊക്കെ നടന്നു. ഈ പ്രാർത്ഥനയെ പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പള്ളിയിൽ പോകത്തില്ല. പള്ളിയിൽ അടിച്ചു വിടും. പിന്നെ ഈ സന്ധ്യാനാമം ചെയ്യാൻ വീട്ടിൽ ഇരിക്കുമ്പം സമയത്തിന് വീട്ടിൽ 6 മണിക്ക് മുമ്പ് 6:30 മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിൽ അടി കിട്ടും. പിടിച്ച് മുട്ടും കുത്തി ഇരുത്തി കയ്യും പിരുത്തി ഇരുത്തും കൊന്ത തീരുന്നവരെ. അന്നൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കൊച്ചു അങ്ങനല്ല, നമുക്ക് വലിയതൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഈ പ്രായം വന്നപ്പം 17 വയസ്സായപ്പം സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പനെയും ചേട്ടനെയും അളിയന്മാരെയൊക്കെ വിട്ട് സ്വന്തമായിട്ട് വേറെ വാഹനത്തിൽ പോകാൻ തുടങ്ങി. അങ്ങനെ വിലയ്ക്ക് പോയി കാശ് കിട്ടിയപ്പം പിന്നെ താൻ തോന്നിയാട്ടൊക്കെ നടന്നു. കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പള്ളിയിൽ പോവും. പള്ളിയിൽ പോയി പിന്നെ ദൈവത്തിൽ പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുണ്ട്. 21 വയസ്സായപ്പോൾ നമ്മുടെ നല്ല നടപ്പുകൊണ്ട് എന്നെ പിടിച്ച് കെട്ടിച്ചു വീട്ടിൽ 21ാമത്തെ വയസ്സിൽ. അന്നേരം ശ്രാങ്കാണ്. നല്ല കടലിനൊക്കെ കയറി പോവും. ഒരുപാട് ആൾക്കാരെയൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. ബോട്ട് മുങ്ങുന്നവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പ്രായക്കാർ അന്നത്തെ ഇവിടുത്തെ ഹീറോ ആയിരുന്നു. കടലിൽ ഹീറോ ആയിരുന്നു ഞങ്ങൾ. പല പ്രാവശ്യവും പരിശുദ്ധ പിതാവിൻ്റെ അമ്മ ആപത്തുകളിൽ നിന്ന് ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ഉണ്ടായ ആദ്യത്തെ അപകടം എന്നെ പരിശുദ്ധ അമ്മ രക്ഷിച്ചത്. ഞാൻ അന്ന് ആലപ്പുഴക്കാരൻ. അന്ന് ഇവിടെ ഈ നീണ്ടകര ആറുമണ്ണാത്ത ആദ്യത്തെ ഇരുമ്പോട്ടിലാണ് ഞാൻ കടലിൽ പോകുന്നത്. കടലിന് അങ്ങോട്ട് കയറി ചെന്നപ്പം കടൽ കൂടി ബോട്ട് പുറന്നോട്ടെടുത്ത് ഓടി. ഇഞ്ചൻ നിന്നുപോയി. ഇഞ്ചൻ നടന്നില്ല. ബോട്ടിനകത്ത് ബഹളമായി. എൻ്റെ കൂടെ 4 തമിഴന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ ഇവിടെ പൊട്ടി ഗ്ലാസ് കുത്തി കയറി ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒഴുകി നീണ്ടകര മുട്ടിൻ്റെ അപ്പുറം ചെന്ന് എന്നെയും ബാക്കി 4 പേരെയും രക്ഷിച്ച് ഞങ്ങൾ ഈ 5 പേരും മറ്റേവർ 4 തമിഴന്മാരും എനിക്ക് നല്ല ഈ സമാനം പരിശുദ്ധ അമ്മേനെയും വിളിച്ച് സമാനം തന്നിരിക്കുകയും വിഷമിക്കാതെ ശ്രാങ്കെ പരിശുദ്ധ അമ്മ നമ്മളെ രക്ഷിക്കും. ഞാനും അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബോട്ട് മനസ്സിലായപ്പോൾ എൻ്റെ ഒരു അനിയൻ കുഞ്ഞാപ്പി എന്ന് പറയുവാനോ, കുളിമ്പി വിൻസെൻ്റ് എന്ന് പറഞ്ഞ ആളുടെ 2ാമത്തെ മോൻ, അയാൾക്ക് മനസ്സിലായി ഞാൻ പോകുന്ന ബോട്ടാണ്. സണ്ണിപ്പരി എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. നമ്മുടെ തലയ്ക്കുമേത്ത് നിൽക്കുന്നു. അവർ അനിയനും ചേട്ടനും എന്നെ പറഞ്ഞ് ബാബുച്ചാൻ പോകുന്ന ബോട്ടാണ് അത് എന്ന് പറയാൻ ആ കടലിനകത്ത് ഓടി. അങ്ങേര് എന്നെക്കാട്ടിയും നല്ല വിദഗ്ധനായ കടലിലെ പണിക്കാരനാണ്. ആരെയും രക്ഷിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ്. പുള്ളി വന്നാണ് കെട്ടിവലിച്ച് ഞങ്ങളെ രക്ഷിച്ചത്. അന്ന് എന്നെ പരിശുദ്ധ പിതാവിൻ്റെ അമ്മ എന്നെ വിളിച്ച വിളി കേട്ട് രക്ഷിച്ച്. അങ്ങനെ ഒരു അനുഭവം അന്നത്തെ കാലത്ത് എനിക്കുണ്ടായി. അത്
അല്ലാതെ ഒരു ദിവസം പിന്നെ വീണ്ടും വേറൊരു ആലപ്പുഴക്കാരെ ബോട്ടിൽ പോയിക്കുന്ന സമയത്ത് കടലിന് കയറി ചെന്നപ്പം ഞങ്ങൾ 4 പേരെ, ഞാനും എൻ്റെ സ്വന്തം അനിയനും എൻ്റെ അമ്മാവൻ്റെ മോൻ സത്യനും വേറൊരു ഞങ്ങൾ 4 പേര് അപ്പം കടൽ കണ്ടപ്പോൾ മനസ്സിലായി കടൽ നമ്മളെ തിന്നുമെന്ന് മനസ്സിലായി. അന്നേരം പരിശുദ്ധ അമ്മേനെയും വിളിച്ചുകൊണ്ട് പിന്നെ എൻ്റെ അനിയന്മാരുടെ അടുത്ത് 3 പേരെന്ന് പറയും പുറന്നോട്ട് മാറിക്കൊള്ളാൻ പറഞ്ഞ്. മാറിക്കാത്തൂടെ പിന്നെ പരിശുദ്ധ അമ്മേനെ വിളിച്ച് സ്പീഡ് തള്ളി വെച്ച് അങ്ങോട്ട് പൊത്ത് കയറി. ഇവർ 3 പേരും ബോട്ടിൽ നിന്ന് ഒഴുകിപ്പോയി. പിന്നെ ഞാൻ കണ്ണൂർന്ന് നോക്കുമ്പം പിന്നെ ഈ വീഞ്ചിൻ്റെ പുറത്ത് മലന്ന് കിടക്കുക, റിവേഴ്സിൽ ബോട്ട് ഓടുക. ബോട്ട് താരുകയാണെങ്കിൽ അന്ന് എന്നെ കിട്ടത്തില്ല. അമ്മേനെ വിളിച്ച വിളി അമ്മ അന്നും എന്നെ രക്ഷപ്പെടുത്തി. അന്ന് പിന്നെ 3 മാസം എൻ്റെ ഈ നെഞ്ചത്തിങ്ങനെ ഈ പ്ലാസ്റ്റർ ചുറ്റി വെച്ചിരുന്നത് അന്നത്തെ വീഴ്ചയിൽ. ആ വീഴ്ചയുടെ ആഘാതം ഇപ്പോഴും നടുവിനുണ്ട്. അന്നും പരിശുദ്ധ പിതാവിൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു. ആത്മീയമായിട്ടുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പിന്നെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ആദ്യമേ പോയി പിന്നെ പരിശുദ്ധ പിതാവിൻ്റെ അമ്മയെടുത്ത് തിരി കത്തിക്കും. തിരി കത്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേനെ വിളിക്കും. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ പിന്നെ അമ്മയുടെ നെഞ്ചത്തുറ ചവിട്ടിയാണ് വരുന്നത്. വെളുപ്പിലെ പിന്നെ ഈ 2:30 മണി 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ജോലിക്ക് പോകേണ്ട ദൂരം അനുസരിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് എഴുന്നേക്കുന്നത്. എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പിന്നെ മാതാവിൻ്റെ മുമ്പ് ചെന്ന് പരിശുദ്ധ പിതാവിൻ്റെ അമ്മയുടെ മുമ്പ് ചെന്ന് തിരി കത്തിച്ച് വെച്ച് അമ്മയെടുത്ത് പ്രാർത്ഥിക്കും. അമ്മയുടെ നെഞ്ചത്തുറ പിന്നെ വേലയ്ക്ക് പോകാൻ വരികയാണ്, ഞങ്ങളെ കാത്തോളണേ, ഞങ്ങളെ തിരിച്ച് കരക്കൊണ്ട് എത്തിക്കണേ, അരി മേടിക്കാൻ കാശും തന്ന് ഞങ്ങളെ തിരിച്ച് കരക്കൊണ്ട് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥന കൂടിയാണ് ഞങ്ങൾ വേലയ്ക്ക് പോകാൻ പോകുന്നത്. എന്നെപ്പോലുള്ള ഓരോ വ്യക്തികളും ആ പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും പിന്നെ എല്ലാവരും പിന്നെ അന്ന് ഈ റെഫ്രീസ് സമയത്ത് വന്ന് ഈ കാറ്റുമാരിയുള്ള സമയത്ത് ബോട്ട് കടലിപ്പിക്കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി വന്ന് ഇവിടെ കടപ്പുറത്ത് വന്ന് പിന്നെ നെഞ്ചത്തറിയും നിലവിളിയായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ അമ്മേനെയും വിളിച്ച് മാതാവിനെയും വിളിച്ച് നെഞ്ചത്തറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ കുടുംബത്തുള്ളവരും തിരിച്ച് കര വരുന്നവർ. അങ്ങനെയുള്ളൊരു ഇതിപ്പോൾ ഇല്ല. ഈ വലിയ ബോട്ടൊക്കെ ആയതിനു ശേഷം ആ ഒരു ഇതില്ല ഇപ്പോൾ ഇവിടെ. അമ്മേനെ മുമ്പിൽ നിർത്തിയാണ് ഞങ്ങൾ ഈ മീൻപിടുത്തക്കാർ പറയുന്ന പഴയുള്ള ആൾക്ക്, ഇപ്പോഴത്തെ ആൾക്കാരൊന്നും പറയുന്നില്ല, ഞങ്ങളെപ്പോലൊരു പറയുന്ന നമ്മൾ അമ്മയുടെ നെഞ്ചത്തൂടെ കയറിപ്പോകുന്നത് അതിന് പരിശുദ്ധിയോട് വേണം നമ്മൾ കയറിപ്പോകണം എന്നാണ് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത്. ദൈവം കാത്തുരക്ഷിച്ചൊരു സംഭവം ഞാനിപ്പം ഇവിടെ സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. 1983 ജൂൺ 15 വെളുപ്പിലെ പിന്നെ 4 മണിക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് വേലയ്ക്ക് ഇറങ്ങി 4:30 ആയപ്പം ബോട്ട് അഴിച്ചു വിട്ട് പോയി പണിക്ക് പോയി. പിന്നെ ഒരു ചെറിയ ഞങ്ങളിങ്ങനെ ഈ വാടക്കാറ്റെന്ന് പറയും, പിന്നെ ചോഴക്കരക്കാറ്റെന്ന് പറയും, കച്ചാങ്കാറ്റെന്ന് പറയും, കൊണ്ടക്കാറ്റെന്നൊക്കെ പറയും. ചെറിയൊരു കാറ്റ് രാവിലെ കൊണ്ട് വലയിട്ട് അപ്പം പിന്നെ കാറ്റും മഴയും ശക്തി പ്രാപിച്ചു. വലയെടുത്തുകൊണ്ട് തിരിച്ചു ഓടി വന്ന് ബോട്ട് എവിടെ നിൽക്കുക, കണ്ണ് കാണാൻ വയ്യ. അന്ന് ഇന്നത്തെ കണക്ക് പിന്നെ വയർലെസ് സെറ്റോ പിന്നെ മൊബൈൽ ഫോണോ അതും ഇതും ഒന്നുമില്ല. പരസ്പര ബന്ധമില്ലാത്തൊരു കാലഘട്ടമാണ് 1983 ജൂൺ 15. വൈകിട്ട് 4:25 ആയപ്പോഴാണ് ഞാൻ പോയ വാഹനം എൻ്റെ കൂടെ 4 പേരുണ്ടെന്ന്. 3 പേര്, ഒരു പിന്നെ കുളച്ചലുള്ളൊരു പ്രായമുള്ളൊരു അപ്പച്ചൻ, പിന്നെ ഇവിടെ തന്നെ എൻ്റെ ഒരു ചേട്ടൻ്റെ പ്രായമുള്ള ഈ ലോറൻസ് ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ, പിന്നെ പണി പഠിക്കാൻ വന്നൊരു കൊച്ചു അനിയൻ. ഞങ്ങൾ 4 പേരായിരുന്നു ബോട്ടിൽ. ഞങ്ങൾ പിന്നെ എനിക്ക് അന്നത്തെ നിരാശ ഇന്നും എനിക്ക് തീരത്തില്ല. അന്ന് എനിക്ക് ഒരാളിനെ രക്ഷിക്കാൻ പറ്റാത്ത നിരാശ എനിക്ക് ഇന്നും തീരത്തില്ല. ബോട്ട് മാരിക്കാത്തിരുന്ന് ഓടി വന്നപ്പം പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ സെൻട്രോപ്പം നടന്നു പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച ഭാഷ മറ്റേ ഭാഷയാണ്. കാര്യം എല്ലാവരും പേടിച്ചിരിക്കുക. ഇപ്പം ബോട്ട് ഓടി വരുന്ന വഴിക്കെല്ലാം വലയും താന്ന ബോട്ടും അതും ഇതും എല്ലാം കിടക്കുക. ഒരാൾ കിടക്കുന്നെങ്കിൽ കൈ പൊക്കുക. ഞാൻ പറഞ്ഞു, ലാൻസ് കേട്ടാൽ നമ്മൾ ഒരാളിനെ ഇന്ന് വരെ പിന്നെ കടലിൽ നമ്മൾ ഞാനും എൻ്റെ കൂട്ടുകാരും കളഞ്ഞുകൊണ്ട് എടുക്കാതെ വന്നിട്ടില്ല. എന്ത് പ്രസിദ്ധന്തേലും എടുക്കാൻ വന്നിട്ടില്ല. അന്നേരം തന്നെ കടലിൽ പിടിച്ച് ബോട്ട് ഓടി ഇങ്ങനെ അഴിക്കാത്ത വന്നപ്പോൾ എന്നെ ഈ ആശ്വാസമായല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ താന്നിരുന്നപ്പോൾ എൻ്റെ കൈയും കാലും കോച്ചി. അത്രയ്ക്കും നല്ല ഇതായിരുന്നു. ബോട്ട് ജെട്ടി കൊണ്ട് കെട്ടി കൈയും കാലും കോച്ചി. ഉടനെ എന്നെ ഞാൻ നിത്യസഹായ മാതാവ് എന്ന് പറഞ്ഞ ബോട്ടിലാണ് ഞാൻ പോകുന്നത്. കർമ്മലീസ് ബെഞ്ചോൻ എന്ന് പറഞ്ഞ ആളുടെ ബോട്ടിലാണ്. പുള്ളി ബോട്ട് എടുത്തിട്ട് 15 ദിവസമേ ആയുള്ളെന്ന്. എന്നെ അവിടുന്ന് ഉപാസന ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് തന്നെ. പിന്നെ എത്ര ആൾ പോയോ എത്ര ആൾ വന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ 2ാമത്തെ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്.
എന്നാൽ പിന്നെ അന്ന് തൊട്ട് ബോഡി എടുക്കാനും ബോഡി മറവ് ചെയ്യാനും ഇതെല്ലാം സജീവമായിട്ട് പിന്നെ ഈ തിരിച്ചറിയാത്ത ബോഡി മറവ് ചെയ്യുന്ന സമയം വരെ ഞാൻ ആർബറിനകത്ത് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് ഇരിക്കുന്ന സാറ് ചങ്ക് ഹുസൈൻ എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്, ഹുസൈൻ സാറായിരുന്നു അന്ന്. അങ്ങനെയൊക്കെ ചെയ്ത ആ ഒരു അനുഭവം പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. ഈ ആളിനെടുക്കാത്ത ഇത് എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ആ ഒരാളെൻ്റെ എൻ്റെ അടുത്ത് ജീവന് വേണ്ടി കൈപൊക്കി കാണിച്ച ആ ഒരിത്. 1983 ജൂൺ 15 ബോട്ട് പൊങ്ങി ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന്. അപ്പോൾ പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടെ രക്ഷാപ്രവർത്തനം പറഞ്ഞാൽ ജീവനോടല്ല, ഈ ബോഡി എടുക്കാൻ വേണ്ടി പിന്നെ ഞാനും സജീവമായിട്ട് ഉണ്ടായിരുന്നു അവിടെ. 4-ാമത്തെ ദിവസം ഈ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 2 സഹോദരന്മാർ പോയി, ഒരു സേവ്രച്ചാനും ഒരു പൊടിയനച്ചാനും. പൊടിയനച്ചാൻ്റെ ബോഡി കിട്ടിയില്ല. സേവ്രച്ചാൻ്റെ ബോഡിയാണ് ലാസ്റ്റ് പിന്നെ ലൈറ്റ് പോലെ പിന്നെ ഈ 12 മാറിയെന്ന് ഞങ്ങൾ പോയി പിന്നെ വൈകിട്ട് 5:30 മണിക്ക് എടുത്ത് 6:45 ഇവിടെ ഹാർബറിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മോതിരം കണ്ടാണ് പിന്നെ ഞാനാ ചെന്ന് എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ആദ്യമേ ചാക്കെടുത്തിട്ട് മൂടിയിട്ട് പിന്നെ ബോട്ട് ഓടിക്കാൻ വന്നിരുന്ന പിന്നെ നമ്മുടെ ഫിഷറീസിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചങ്ങനാശ്ശേരിക്കാരൻ ഒരു മാത്യു സാറായിരുന്നു. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്നെ ബാബു എന്നാണ് വിളിക്കുന്നത്. ജോസഫ് എന്ന പേരെങ്കിലും ബാബു എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും അറിയപ്പെടുന്നതും ബാബു എന്നാണ്. ബാബു എന്ന് അത് നമ്മുടെ ആളാണെന്ന് നോക്ക്, നമ്മുടെ ആളാണെന്നേ ഭൂമിദാനം ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പം സൂര്യൻ വെള്ളത്തിൽ പാമ്പ് വന്നു. അപ്പോൾ ഞാൻ പറയും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് പിന്നെ ഞാൻ ചെന്ന് ചാക്ക് മാറ്റി കൈയെടുത്ത് നോക്കുമ്പോൾ കൈക്കകത്ത് ഈ മോതിരം, കല്യാണത്തിന് ഓതിയിടുന്ന മോതിരം ഉണ്ടല്ലോ, പേരെഴുതിയ മോതിരം, ആ മോതിരം. ഞാൻ പറയും നമ്മുടെ ഇതാളെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ആ സാറ് ചോദിച്ചു എന്താ വേണം, ഗുരുജൻ ചോദിച്ചു എന്താ വേണം. ഞാൻ പറഞ്ഞു സാറേ എത്രയും പെട്ടെന്ന് ബോട്ട് കരയടിപ്പിക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ എൻ്റെ അളിയൻ ടക്കിലെ ഡ്രൈവറിനെ ഞാൻ ഈ കടപ്പുറം ഭാഷ പറഞ്ഞ് തള്ളി വെച്ച് ഓടിയിരുന്ന് പറഞ്ഞ് ഓടിച്ച് ബോട്ട് ടക്ക് കര വന്നിട്ട് ഈ ശക്തനെ അടിപ്പിക്കത്തില്ല. കാര്യം തിരക്കിയപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പോയി ബോഡി എടുത്ത് വന്നപ്പോൾ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു ബോട്ടിനകത്ത്. ചേട്ടനും അതിനകത്ത് സ്റ്റാഫുമായിട്ട് പിന്നെ തർക്കം നടന്ന ഒരു സ്റ്റാഫിനെ എൻ്റെ ചേട്ടൻ അടിച്ചു. അതിൻ്റെ പേര് ബോട്ട് ഇവിടെ പിടിക്കുന്നതിന് നീണ്ടേ പിടിക്കും. ഞാൻ പറഞ്ഞ ഇതിനകത്ത് ആരും കയറത്തില്ല, ഫുൾ ഗ്യാരണ്ടി ഞാൻ തരുകയാണ്. അന്ന് കൊച്ചുകുടുംബപ്പാടെ പിന്നെ കടവെന്നാണ് പറയുന്നത്. ആ കടവിൽ കൊണ്ട് പിടിച്ച് ബോഡി ഇറക്കി കൊണ്ടുവന്ന് അത് ഒരിത്. എന്നിട്ട് ഞാൻ ഈ അടക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിലോട്ട് വന്നിരുന്ന് കൊണ്ടുവന്ന് എന്നെ ഈ പോലീസ് വണ്ടി കൊണ്ടുവന്ന് എന്നെ പോലീസ് വണ്ടിക്കകത്ത് കയറ്റി വീണ്ടും ഹാർബറിൽ കൊണ്ടുവന്ന് രാത്രി 11 മണിയായപ്പോൾ. അതിന് ഈ തിരിച്ചറിയാത്ത 2 ബോഡി കിടപ്പുണ്ട് അവിടെ. ഇതിന് ഐസ് ചെയ്യണം. ഐസും ഇല്ല, ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഹുസൈൻ സാറാന്ന് അവിടെ നമ്മുടെ ഈ ഞങ്ങളുടെ സ്റ്റേഷനിലിരിക്കുന്നത്. എൻ്റെ അടുത്ത് സാറ് ചോദിച്ച് ബാബു എങ്ങനെ 10 കിലോ ഐസ് വേണമല്ലോ, ഇവരെ ചേർത്ത് കിടത്തി ഐസ് ചെയ്യണ്ടേ. ഞാൻ 50 വിഷമൊക്കെ നമുക്ക് അവിടെ ചെന്ന് പിന്നെ വാൾനാസിൻ്റെ പ്ലാന്റ് ഉണ്ടോ, ഞാൻ അവിടെ ചെന്ന് 10 കിലോ ഐസ് ഈ ടക്കർ ഹുസൈൻ സാറിന് 10 ടക്കറുണ്ട് അവിടെ കിടക്കുക. അതുമായിട്ട് വന്നു പ്ലാന്റിൽ ചെന്ന് ഞാൻ ഇവിടെ 10 കിലോ ഐസും ഇറക്കാൻ പറഞ്ഞ് ബാബുച്ചാൻ പറയാതെ പിന്നെ ഐസ് കയറാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ശരി ബാബുച്ചാൻ പറയാൻ തരുമല്ലോ. ഞാൻ അങ്ങ് അപ്പുറത്തോട്ട് മാറി എന്നുള്ളൊരു ബീഡിയൊക്കെ വലിച്ചു കയറുമ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പോലീസുകാർ ചോദിച്ചു എന്ത്. ഞാൻ പറഞ്ഞു സാറ് ഉമ്മാരി നമുക്ക് ഐസ് എടുത്താൽ പോരെ. ഞാൻ വന്ന് 2 പള്ളങ്ങ് പറഞ്ഞ് പിന്നെ നിന്നവന്. ഞാൻ ഇവിടെ ബാബുച്ചാനെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയതിന് പിന്നെ എന്നെ വഴക്ക് പറഞ്ഞത് ആവശ്യമുള്ള ഐസ് എടുത്തുകൊണ്ട് ഉറനെ എൻ്റെ ഐസ് ഇറക്കി തന്ന്. ഇപ്പം ചിരിക്കുന്നു. അന്നത്തെ സങ്കടമൊന്നും അറിയത്തില്ല. ഈ 10 കിലോ ഐസ് ഞാൻ കൈകൊണ്ട് വന്ന് ഇന്ന് പൊടിക്കാൻ മെഷീനൊക്കെ ഉണ്ട്. കൈകൊണ്ട് പൊടിച്ച് ഇതിനകത്ത് വെച്ച് അവിടെ കൊണ്ട് ചെന്നപ്പം പൊട്ടിക്കാൻ ഇതില്ല. 2 ആളും ഈ 2 ബോഡിയും തിരിച്ചറിയാൻ പറ്റാത്ത 2 ബോഡി ഈ വീതി ഇങ്ങനെയുള്ള വണ്ണത്തിൽ കിടക്കുക. 5-ാമത്തെ ദിവസമാണ് 2 പേരെ അടിപ്പിക്കണം. ഒരാളുടെ സൈഡിൽ 2 ഐസ് പിടിച്ച് നീളത്തിന് പിടിച്ച് വെച്ച്, അപ്പുറത്തും 1 ഐസ് പിടിച്ച് വെച്ച് പിന്നെ ഒരാളിനെ അടിപ്പിക്കണം. ഈ ജൂൺ പിന്നെ 19-ാം തീയതി രാത്രി പിന്നെ 11:30 മണിക്ക് ഈ ബോഡി പിന്നെ ഐസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി ഐസ് എടുത്തുകൊണ്ട് വന്ന് വെച്ചുകൊണ്ട് പിന്നെ ആഞ്ജലി കുഞ്ഞച്ചനച്ച, നെപ്പോളിയൻ ചേട്ടൻ, ഈ പുഴുപ്പല്ലം ഭാസ്കര ചേട്ടൻ നീണ്ടകര, പിന്നെ ബാബു എന്ന് വിളിക്കുന്നത് ഞങ്ങൾ 4 പേരും കൂടെ ഈ 2 സൈഡിലും ചെന്ന് പൊക്കി ഇങ്ങനെ വള്ളിയപ്പോഴേ വയറ് പൊട്ടിപ്പോയി, സ്റ്റിച്ച് പൊട്ടി, കുടലും പണ്ടവും പുറത്തു വന്നു. ഞാൻ കൈയും വിട്ട് ഓടി. ഉടനെ തന്നെ ഹുസൈൻ സാറ് എന്നെ പിടിച്ച് നിർത്തി അവിടെ നിർത്തി. പിന്നെ ഞങ്ങൾക്ക് തന്നത് പിന്നെ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വെള്ള തുണി കൊണ്ടുവന്ന് ഈ നെപ്പോളിയൻ ചേട്ടനും ഈ പുഴുപ്പല്ലം ഭാസ്കരൻ എന്ന ആ സഹോദരനും കൂടെ ഞങ്ങൾ പൊക്കിക്കൊടുത്ത് തുണി പിന്നെ നമ്മുടെ ഈ ബോഡിയുടെ പൊക്കി കയറ്റി ഈ കുടലും പണ്ടുമെല്ലാം വാരി വയറ്റിനകത്ത് വെച്ച് തുണി കൊണ്ട് വരിഞ്ഞ് കെട്ടി 2 ഞങ്ങൾ പൊക്കിയെടുത്ത് അടുത്ത് വെച്ച് ഈ 4 വാക്കിനും ഐസ് ചെയ്ത് മൂടി, ഐസ് പൊട്ടിച്ചിട്ട് മൂടി. എന്നിട്ട് ലൈറ്റില്ല അവിടെ ഒരു പിന്നെ മെഴുകുതിരി വെട്ടം പോലും ഇല്ല, ടോർച്ച് വെട്ടത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ഹുസൈൻ സാർ ചോദിച്ചു
പിന്നെ ബാബു പിന്നെ ഒരു ബൾബ് കിട്ടാൻ എന്തോ ഞാൻ പറഞ്ഞു സാറേ പിന്നെ നീണ്ടര ആർബറിൽ ചെന്നാൽ ബൾബ് കിട്ടത്തില്ലേ, നിങ്ങൾ സാറുമാർ ചെന്നാൽ അവിടെ ബൾബ് വരുമല്ലോ, നമുക്ക് വിടാൻ വേണ്ടി ബൾബ് വരുമല്ലോ, അത് ബാബുവിനൊന്ന് പോവാം. ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. സാറുമാരുടെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്കകത്ത് ഞാൻ പോകാമെന്ന്. ഞാൻ അവിടെ ചെന്ന് എന്നപ്പോൾ എന്നെ പുറത്തോട്ട് വിടത്തില്ല, എന്നെ ഒന്നെങ്കിലും അടിക്കും. കാര്യം പിന്നെ എൻ്റെ ചേട്ടനാണ് പിന്നെ എൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം പിന്നെ ഒരാളിനെ അടിച്ചത്. ഈ ബോഡി എടുക്കാൻ പോയപ്പോൾ ഒരു ക്രൂ ആയിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ അടി കൊടുത്തു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്തോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, രണ്ട് നാട്ടിലും ശക്തിമാരും നീണ്ടവരും ആയിരക്കണക്കിന് ജനങ്ങൾ പുറത്തുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. നീ ഒരുത്തനും ഇവിടുന്ന് പുറത്തിറങ്ങത്തില്ല. എന്നെ ഹുസൈൻ സാറ് പറഞ്ഞു വിട്ടത് അവിടെ ബോഡി എടുത്തിട്ട് ഈ ബൾബ് വേണം, ബൾബ് ഇല്ലെങ്കിൽ വിളിച്ച് പറയാം, ബൾബ് ഇല്ലെന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. ഉടനെ തന്നെ അങ്ങേരുടെ ക്വാർട്ടേഴ്സിൽ വിളിച്ച് ഇങ്ങനെ വന്ന് പ്രശ്നം നടക്കുന്നത് ബൾബ് വേണമെന്ന് പറഞ്ഞ് വന്ന് ബൾബും വയറും എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ബൾബും വയറും 1000-ൻ്റെ ബൾബും ഇത് എടുത്ത് വന്ന് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് എന്നെ തിരിച്ച് ഞാൻ അന്നേരം അപ്പുറത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ അപ്പുറത്ത് താമസിക്കുക, അവിടെ കൊണ്ടുവന്ന് വിട്ടെന്നെ. അങ്ങനെ ഒരു അനുഭവം. നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മൾ വെളുപ്പിലെ പിന്നെ നമ്മൾ ചിലപ്പോൾ നമുക്ക് നീണ്ട ദൂരെ പോകണമെങ്കിലേ നമ്മൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് വീട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന പറഞ്ഞാൽ ഈ പിതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. ബോട്ടിൽ ചെന്ന് നമ്മൾ പണിക്ക് പോകുന്ന വാഹനത്തിൽ ചെന്ന് കയറുന്ന പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന നമ്മുടെ പിന്നെ രൂപത്തിൻ്റെ മുമ്പിൽ തിരി കത്തിച്ചുകൊണ്ട് ദൈവത്തിനെയും വിളിച്ചുകൊണ്ടാണ് വോട്ട് അഴിച്ചു വിടുന്നത്. വോട്ട് അഴിച്ചു വിട്ട് നമ്മൾ പിന്നെ കൊണ്ട് ഇടാൻ ചെല്ലുന്ന സമയത്ത് പരിശുദ്ധ പിതാവിൻ്റെ അമ്മേനെയും വിളിച്ചുകൊണ്ടേ വല വാരി വിടത്തുള്ളൂ. അപ്പോൾ ഈ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും മാതാവേ ഞങ്ങൾക്ക് എന്തെങ്കിലും അന്നത്തിൻ്റെ വക തരണേ, മാതാവേ ഞങ്ങൾക്ക് എന്തെങ്കിലും അന്നത്തിൻ്റെ വക. നമ്മൾ ഈ ഒരാൾ മാത്രമല്ല, ഈ ബോട്ടിലുള്ള അന്ന് 5 പേരാണ്, 5 പേരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ വല എടുക്കാൻ നേരത്ത് പരിശുദ്ധ അമ്മേ ഞങ്ങളെ കൈവിടലേ, ഞങ്ങൾക്കുള്ള അരിയുടെ വക കോടതി കാണണേ എന്നും പറഞ്ഞാൽ ഞങ്ങൾ വലയെടുക്കുന്നത്. ഈ വോട്ട് കര തിരിച്ചു വരുന്നവരെ അമ്മേനെയും വിളിച്ച് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. വലയെടുക്കുമ്പോഴും ഇടുമ്പോഴും എല്ലാം ഞങ്ങൾ പരിശുദ്ധ അമ്മേനെയും പിതാവിനെയും വിളിച്ചുകൊണ്ടാണ് ഈ ജോലി എല്ലാം ചെയ്യുന്നത്. എന്ത് ജോലി ചെയ്താലും മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയേ ഞങ്ങൾ ജോലി ചെയ്യത്തുള്ളൂ. ഈ പരിശുദ്ധ പിതാവിൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. മാതാവെ ഞങ്ങൾ രക്ഷിച്ചോളണേ. ഈ ചില സാഹചര്യത്തിൽ നമ്മൾ പേടിച്ചു. കാര്യം പിന്നെ നമുക്ക് കടലിൻ്റെ അടുത്തും കാറ്റിൻ്റെ അടുത്തും തീയുടെ അടുത്തും നമുക്ക് ആർക്കും നമ്മുടെ ആരുടെ ഒരു വലിപ്പവും നടക്കത്തില്ല. ഇത്ര വിദഗ്ധനായാലും ശരി തന്നെ ഈ വെള്ളം കൈകൊണ്ട് കോരിയാൽ ചോന്നു പോവും. ഒരു തീക്കമ്പിൻ്റെ ഈ രോഗം മൊത്തം നശിക്കും. പിന്നെ കാറ്റ്, ഈ 3 വ്യക്തികളുടെ അടുത്തും നമുക്ക് പിന്നെ നമ്മളുടെ ഒരു ഇതും നടക്കത്തില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഈ കുത്തുമലയിൽ നടന്നത്. സുനാമി എന്ന് പറഞ്ഞാൽ സുനാമി നമ്മുടെ ഇവിടെ അടിക്കുന്നത് ദൃക്സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അന്ന് താമസിക്കുന്ന ഞങ്ങളിപ്പം മാറ്റിപ്പാർപ്പിച്ച ഞങ്ങളുടെ ഈ കോളനിയിൽ യോൺബുട്ട കോളനിയിൽ ഒരു കുടിൽ വെച്ച് താമസിക്കുകയാണ് ഞാൻ. 2004 ഡിസംബർ 26 8-10 ആയപ്പോഴാണ് ഞാനിങ്ങനെ സീവാളിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ട് ഇടുന്നുണ്ടെങ്കിൽ സീവാൾ ഇടുമല്ലോ, അതിന് സീവാളെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറത്ത് നിൽക്കുമ്പം എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ 66 വയസ്സ് ജീവിതത്തിനിടയ്ക്ക് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കിഴക്കുന്ന് മാരി പടിഞ്ഞാറോട്ട് ഓടി വന്ന് എൻ്റെ ജീവിതത്തിൽ കാണുന്ന അന്നാണ്. അതിന് മുമ്പ് ഈ ടി വിയിലൊക്കെ എഴുതി പറയുന്നു എൻ്റെ മോളെ ഒരു ആട്ടോ വന്ന് ആട്ടോയ്ക്കകത്ത് കയറ്റി വിട്ട്. ഞായറാഴ്ചയായിരുന്നു അന്ന്. ഇറച്ചി അടുപ്പിന്ന് ആ ഇറച്ചി ഊറ്റി ടിഫിനകത്താക്കി എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ എൻ്റെ മോളെയും കുഞ്ഞിനെയായിട്ട് കൊടുത്തു വിട്ട്. എന്നിട്ട് അങ്ങനെ ഇന്നപ്പോഴാണ് ഈ മാരി വന്ന് കയറുന്നത്. ആര് വന്ന് കയറി മൊത്തം എടുത്തുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഓടി രക്ഷപ്പെട്ടത്. സീവാളിൻ്റെ പുറത്ത് ഞാനും എൻ്റെ കുമാരൊക്കെ നോക്കി ഓടി ഞങ്ങൾ കിഴക്കോട്ടങ്ങ് മാറി. അങ്ങ് നമ്മുടെ പാറയിൽ ചെന്ന് ഇടിച്ച്
ഈ കരിങ്കലിൻ്റെ മതിലുമെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞാൽ അങ്ങ് നമ്മുടെ മരിയാലയം ജംഗ്ഷൻ വരെ പിന്നെ തിര ഓടിക്കേറി പോയത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ശക്തിയുള്ള ഇടവെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാ ഇടവക്കാരും ഞങ്ങൾ വിശ്വസിക്കുന്നതും പിന്നെ പരിശുദ്ധ അമ്മേനെയും ജോൺ ബൊട്ടോ പുണ്യാളനെയും വിശ്വസിച്ചാണ് ഞങ്ങൾ വേലയ്ക്ക് ഇറങ്ങുന്നതും പോയി തിരിച്ചു വരുന്നതും എല്ലാ സന്തോഷമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നതും. പെരുന്നാളായാലും പിന്നെ ഈ കൊച്ചു കൊച്ചു പെരുന്നാളായാലും എല്ലാം ഞങ്ങൾ സന്തോഷമായ രീതിയിലാണ് നടത്തുന്നത്. ഈ ജോൺ ബൊട്ടോ പുണ്യാളനും പരിശുദ്ധ പിതാവിൻ്റെ അമ്മയും ഞങ്ങളെ സന്തോഷമായ രീതിയിൽ ഞങ്ങളെ ഉള്ളം കൈ വെച്ച് കൊണ്ടു നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് 84 എൻ്റെ ഭാര്യ മരിച്ചു. എൻ്റെ 26ാമത്തെ വയസ്സിൽ. അന്ന് എനിക്ക് 3 മക്കളുണ്ട്. ഒരു മോള്, 2 ആമക്കൾ. മോന് 8 മാസം പ്രായം. ഐസക് എന്ന് പേര്. അയാൾ ഇന്ന് നമ്മുടെ സഭയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഐസക് ഔസേപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇടവകാരായിട്ട് ചെമ്മക്കാട് പള്ളിയിരിക്കുന്നത്. ഞാൻ പിന്നെ 2ാമത് വിവാഹം കഴിച്ചു. 2ാമത് വിവാഹം കഴിച്ചാൽ 2 ആമക്കളുണ്ട്. എല്ലാം സന്തോഷമായ രീതിയിൽ ഇപ്പോൾ പോകുന്നു. മക്കളൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ എനിക്ക് ഇതിനെക്കാട്ടി വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല. കാര്യം ഞാനൊരു നിമിത്തമേ ആയുള്ളൂ എൻ്റെ ഈ ഐസക് മോനൊരു ജന്മം കൊടുക്കാൻ. ഇത്രയും നല്ലൊരു മോനെ ജന്മം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും 100% സന്തോഷം അർപ്പിക്കുക. ഇത്രയും നാൾ ഈ ചെറുപ്പം മുതലേ ഈ മീൻ പിടിക്കാൻ പോയി തന്നെയാണ് ജീവിച്ചത്. പരിശുദ്ധ പിതാവിനെയും അമ്മേനെയും സാക്ഷി നിർത്തിയാണ് പോകുന്നത്. ഇപ്പം 66 വയസ്സായി. ഇപ്പോഴും മീൻ പിടിക്കാൻ പോകുന്നു. അതിൽ എൻ്റെ പിതാവിൻ്റെയും പിതാവിൻ്റെ അമ്മയുടെയും അനുഗ്രഹം എനിക്കുണ്ട്. ഇപ്പോഴും എനിക്കുണ്ട്. എനിക്ക് വേറെ ആരുടെയും അനുഗ്രഹമൊന്നുമില്ല. പിതാവിനെയും അമ്മേനെയും മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും വേലയ്ക്ക് പോകുന്നത്. പരിശുദ്ധ പിതാവും അമ്മയും എൻ്റെ കൈയും കാലും പൊങ്ങുന്നവരെ എന്നെ മീൻ പിടിക്കാൻ കൊണ്ടുപോകും ചെയ്യും. എനിക്കുള്ളത് എൻ്റെ അമ്മയും അമ്മയുടെ മകനും തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് ഞാൻ ഇപ്പോഴും വേലയ്ക്ക് പോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നും ഇന്നും